പി വി അൻവർ വിരൽ ചൂണ്ടുന്നത് പി ശശിക്കെതിരെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ, വലിയ അധികാര പദവിയിലുള്ള ആളാണ്, ഒരു ഭരണഘടനാ പദവി അല്ലെങ്കിൽ വലിയ അധികാര പദവിയിലുള്ള ആളാണ്. ഉച്ചയ്ക്ക് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിൽ ഇതുവരെ അന്വേഷണം ഉത്തരവിറങ്ങിയിട്ടില്ല. നിലവിലും ADGP ക്രമസമാധാന ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ആൾ അജിത് കുമാർ തന്നെയാണ്. ഇത് എന്താണ്? അദ്ദേഹത്തെ അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് ഇരുട്ടിൽ നിൽക്കുകയാണ്. എന്തുണ്ടെങ്കിലും തെളിവ് നശിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു. ചോദ്യം എന്നോടാണോ? അതെ 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 ബൽദേവ്. ഹലോ അതെ ഹലോ അതെ ബൽദേവ്, അങ്ങോട്ടാണ്. ശ്രീ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ആ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും അതിന്റെ ഗൗരവത്തോടെ തന്നെ കാണണം. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു MLA ആണ്. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിച്ച് ആ ഇടതുപക്ഷത്തിന്റെ തന്നെ MLA ആണ്. വിശേഷിച്ച് ഹോം ഡിപ്പാർട്ട്മെന്റിനെതിരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഹോം ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആരോപണങ്ങളായി തന്നെ നിൽക്കുകയാണ്. ഇത് അന്വേഷിച്ച് ശരിയാണെന്ന് ബോധ്യം വന്നെങ്കിൽ മാത്രമേ ഈ പലരും വിമർശകർ പറയുന്നതിനകത്തേക്ക് വിരൽ ചൂണ്ടുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ആരോപണ വിധേയനായ ADGPയെ ആ സ്ഥാനത്ത് തെളിവുകൾ മുന്നിൽ വെക്കുന്നുണ്ട്. ഈ കവടിയാറിൽ 10 സെന്റ് സ്ഥലത്തിന് എത്ര രൂപയാവും? അവിടെ 12,000 സ്ക്വയർ ഫീറ്റ് എത്ര കാശാവും? ആ കാശ് ADGPയുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അത് തെളിവാണ്. വീട് ഇല്ല, ഒരു വീട് പണിയാൻ ഇത് മാത്രമല്ലല്ലോ. അതല്ല അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതല്ല പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അത് അദ്ദേഹം പണം ഉണ്ടാക്കുന്ന പല സോഴ്സുകളുണ്ട്. പോലീസ് ഓഫീസർമാരൊക്കെ പണം ഉണ്ടാക്കാൻ നമുക്കറിയാം. ഒരുപാട് സോഴ്സുകളുണ്ട്. വിശേഷിച്ച് അഡീഷണൽ DGP ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് കുറേയൊക്കെ സോഴ്സ് ഉണ്ടാകും. അതല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന സാമ്പത്തിക സോഴ്സോടെ നിൽക്കട്ടെ, മറ്റ് പല ആരോപണങ്ങളും, നിരവധി ആരോപണങ്ങൾ, ഒരു കൊലപാതക കേസുമായിട്ടുള്ള ബന്ധം, സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ തെളിയിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൂടെ തന്നെ ഇരുന്ന ഒരു വേദിയിലാണ് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമെന്നും ആരോപണ വിധേയനായ SP സസ്പെൻഡ് ചെയ്യുകയും തീർച്ചയായിട്ടും യാതൊരു തർക്കവുമില്ല, അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിന് സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇത് അന്വേഷിക്കാതെ ഇരുന്നാൽ ആരോപണങ്ങളായി തന്നെ നിൽക്കും. ഈ ആരോപണങ്ങളുടെ പോലീസുകാരനെതിരെയുള്ള അന്വേഷണം മാത്രമല്ല, ആരുടെ ആജ്ഞാനുവർത്തിയാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ. അത് നിയമപരമല്ലെങ്കിൽ പോലും നമുക്കറിയാം, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് PV അൻവറിന്റെ ആരോപണം. അദ്ദേഹത്തിന്റെ അറിവോടെയാണ്. അല്ല അൻവർ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അറിഞ്ഞുകൊണ്ടല്ലയോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തീർത്തും അറിഞ്ഞുകൊണ്ടാണെന്ന് ഒരിക്കലും അൻവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അറിഞ്ഞിരിക്കാം എന്നാണ് അൻവർ പറഞ്ഞത്. എന്നാൽ തീർത്തും പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് ഒരിടത്തും അൻവറിന്റെ ഒരഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അറിഞ്ഞു കാണും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ പോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അറിഞ്ഞു കാണും എന്ന് പറയുന്നത് അതും ഒരു ആരോപണമായിട്ട് നിൽക്കുകയാണ്. പിന്നെ മറുവശം കൂടെ നമ്മൾ ആലോചിക്കണം. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആ അൻവറിനെതിരെ ഇടതുപക്ഷ കക്ഷിയിലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ തന്നെ CPM-നകത്ത് തന്നെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് നിരവധി കേസുകൾ കിടക്കുന്നു. അപ്പോൾ ആരോപിക്കപ്പെടുന്നയാളിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കണം. പിന്നെ ഈ അജിത് കുമാറിന്റെ കാര്യം ശരിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇരുന്നപ്പോഴും സോളാർ കേസിലും സ്വപ്ന കേസിലും ഒക്കെ നിരവധി കുഴപ്പങ്ങൾ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിക്കണം. ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് ഈ സർക്കാർ ബൽദേവ് അങ്ങനെ കുഴപ്പക്കാരനാണ്. കുഴപ്പം എന്തൊക്കെയാ? ഈ സർക്കാരിന് കുഴപ്പമുണ്ടാക്കി. അതായത് ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാൾ സ്വപ്ന സുരേഷിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തെ 35 പ്രാവശ്യം ഫോണിൽ വിളിച്ചു. അതിന്റെ പേരിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റിയ ആളാണ് ഇയാൾ. അയാളെ തിരികെ കൊണ്ടുവരുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹം സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ്. അതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല അത് ശരിയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സംഭവം നമ്മൾ കൂട്ടിക്കഴിക്കേണ്ട. കാരണം അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അങ്ങനെയുള്ള ആരോപണങ്ങളല്ല. അന്നൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ സാമ്പത്തിക ആരോപണങ്ങളില്ലായിരുന്നു, കസ്റ്റംസുമായിട്ടുള്ള ബന്ധപ്പെട്ട ആരോപണങ്ങളില്ലായിരുന്നു, കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് നിലയില്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ടാണ്, ഇന്നലെയാണ് അദ്ദേഹത്തിനെതിരെ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ആരോപണം കൊണ്ടുവന്നത്. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു, ഇവിടെ ഇരിക്കുന്ന അഭിജിത്തിന് അറിയില്ല, ശ്രീ അജിംസിന് അറിയില്ല,
നമുക്ക് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം സോളാർ കേസിലും സ്വപ്ന കേസിലും ഇടപെട്ടിട്ടുണ്ട്, അന്യായമായി ഇടപെട്ടു എന്ന് മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മറ്റു രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുണ്ടെന്നും ആളിനെ കൊല ചെയ്തിട്ടുണ്ടെന്നും കസ്റ്റംസ് വഴി LDF-നെതിരെ CPM-നെതിരെ ഈ സർക്കാരിനെതിരെ വലിയ തോതിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഒരു യൂട്യൂബർക്കെതിരെ ഇതേ PV അൻവർ കൊടുത്ത പരാതി നേരെ ചെവി അന്വേഷിച്ചില്ല ഈ ADGP എന്നത് ആരോപിക്കുന്നു. അതേ തപ്പിപ്പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നത്. ഇത് അതായത് ഈ സർക്കാരിനെ ആക്രമിച്ച ആൾക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം പോലും ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കീഴിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ലാതെ തീർച്ചയായിട്ടും ആ യൂട്യൂബറെ അതിനകത്ത് പിന്നെ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് യൂട്യൂബറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നും പിന്നെ അതും ഇന്നലെ PV അൻവർ പറഞ്ഞ ആരോപണക്കകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നു. തീർച്ചയായിട്ടും അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ. നമുക്കറിയാം ഇപ്പോൾ എത്രയോ അന്വേഷണങ്ങൾ നമ്മളിവിടെ നടന്നു. കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കുന്നു, സംസ്ഥാന ഏജൻസികൾ അന്വേഷിക്കുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുപോലെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് വരട്ടെ. ഇന്ന് അൻവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ലൊരു കാര്യമാണ്. ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ച് അന്വേഷിക്കണം. പോലീസിനകത്തുള്ള ക്രിമിനലൈസേഷൻ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാൽ അവർക്ക് പരസ്പരം സഹകരിക്കപ്പെടാം. അത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ച് അന്വേഷിക്കണമെന്ന് ശ്രീ അൻവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിലൂടെ ഈ ഇതിനകത്ത് ആരോപണം എന്തൊക്കെയുണ്ടെന്ന് പുറത്തു വരണം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നല്ലവരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിനകത്ത് ഇതുപോലെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുമുണ്ട്. അങ്ങനെ കുറച്ച് പേര് കറപ്റ്റഡ് ആയതുകൊണ്ട് കേരളത്തിലെ മൊത്തം IPS ഓഫീസർമാരും കറപ്റ്റഡ് ആണ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ അറിയാം, അഡീഷണൽ DGP സ്ഥാനത്തും ഇരിക്കുന്ന നിരവധി പേര് നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളവരുണ്ട്. അവരാരെങ്കിലും ഒരാൾ അന്വേഷിച്ച് പുറത്തു വരട്ടെ. അന്വേഷിച്ച് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അൻവർ പറഞ്ഞതിൽ എത്ര യാഥാർത്ഥ്യമുണ്ട്, ഈ നല്ല പോലീസ് ഏതാണ് എന്നെങ്ങനെ സർക്കാർ കണ്ടെത്തും? കാരണം സർക്കാർ നല്ലതെന്ന് കരുതി ക്രമസമാധാന ചുമതല ഏൽപ്പിച്ച ഒരു ADGP-ക്കെതിരെയാണ് ഈ ആരോപണം ഉള്ളത്. അദ്ദേഹം ആജ്ഞ സ്വീകരിക്കുന്നത്, നിർദ്ദേശം സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്നാണ് എന്നൊക്കെയാണ് ആരോപണം. അപ്പോൾ ഈ കേസ് ആരന്വേഷിച്ചാൽ തെളിയുമെന്ന ക്വസ്റ്റ്യൻ മാത്രം ബാക്കി. പ്രഖ്യാപിച്ച അന്വേഷണം ഇതുവരെ ഉത്തരവായിട്ട് ഇറങ്ങിയില്ല എന്ന സത്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് ബൽദേവ്